ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കോഡ് സെറ്റിൻ്റെ കട്ടിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം മെയിൻ ക്ലോത്ത് ഇതുപോലെ, മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഫ്രണ്ട് പോർഷൻ്റെ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ച് കൊടുത്ത് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 6 ഇഞ്ച് ഇറക്കത്തിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഒരു പ്രഷർ ഫുട്ടിൻ്റെ വീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിന് മുൻപ് ആ സൈഡിൽ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ 1.5 ഇഞ്ചിൽ കട്ട് ചെയ്തില്ലേ, ആ ഭാഗമാണത്. 2 സൈഡും കട്ട് ചെയ്തതിന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളത് തുണി മറിച്ചിട്ട് കൊടുക്കാം. എന്തെങ്കിലും അതിൻ്റെ കോർണർ വശം പെൻസിൽ വെച്ച് കുത്തിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുത്തിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമുക്കത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മോശം വശത്തേക്കുള്ള ഈ ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ 3 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. എന്നിട്ട് അതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. കറക്റ്റ് അത് ഇങ്ങനെ പതിഞ്ഞിരിക്കാൻ വേണ്ടി അവിടെ എന്തെങ്കിലും 2 സൈഡിലും സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബട്ടൺസ് വെച്ച് കൊടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ അരികു വശം, ഉള്ളിൽ വരുന്ന ഈ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾക്കൊരു സ്റ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ബട്ടൺസോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കിന് വെക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചിലും നമുക്കൊരു റൗണ്ട് നെക്ക് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ പീസാണ് നമ്മൾ ബാക്ക് നെക്കിൽ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്ക് പോർഷൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 2 തുണിയുടെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ചെറിയ ഞൊറിവ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. താഴെ ഭാഗത്തും ചെറിയ ഞൊറിവ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കിട്ടും. അങ്ങനെ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു 3 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ മോശം വശത്തേക്ക് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വശത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്താണ് അളവ് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടോപ്പിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു പീസ് ബോർഡർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. റൗണ്ടിൽ ഇതുപോലെ വെച്ചിട്ട് അതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൻറ്റാണ്. പാൻറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പാൻറ്റ് ഇതുപോലെ നല്ല വശം തമ്മിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ ക്രോച്ചിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ക്രോച്ച് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ക്രോച്ചിൻ്റെ ആ ഭാഗം നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം.
എന്നിട്ട് ഈ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്ററിലേക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പാൻറ്റിൻ്റെ താഴെ വശത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1 ഇഞ്ചിൽ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മളൊരു 1/4 ഇഞ്ചിൽ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എത്രയാണോ ഇലാസ്റ്റിക്കിൻ്റെ വീതി അതിനനുസരിച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ഗ്യാപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടെ ലോക്ക് ചെയ്യണം. ഇതുപോലെ ഈ ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കറക്റ്റ് അവിടെ ഇലാസ്റ്റിക് സ്റ്റിച്ച് വീഴാൻ വേണ്ടിയിട്ട് ഇതുപോലെ കറക്റ്റ് ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് സൂചി നൂലുകൊണ്ട് തുന്നിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് അത് നിൽക്കും. അല്ലെങ്കിൽ അത് ഒന്ന് മുകളിലൊന്ന് താഴെയായിട്ട് നിൽക്കും. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആ ഗ്യാപ്പ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടും കട്ട് ചെയ്യാനായിട്ടും. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.